ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇവിടെ കാണുന്നത് ഒരാൾ നിങ്ങളുടെ വിജയത്തിൽ അസൂയപ്പെടുന്നതാണ്. വിജയത്തിൽ മാത്രമല്ല, നിങ്ങളുടെ പൈസയോടും അവർക്ക് അസൂയയാണ്. നിങ്ങൾ എന്തൊക്കെ പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകേണ്ടി വന്നിട്ടും വീണ്ടും മുന്നോട്ട് പോവുകയാണ്, അതും ലക്ഷ്യബോധത്തോടെ പോവുകയാണ്. അവർ നോക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് എല്ലാമുണ്ട്, അവരുടെ കണ്ണിൽ നിങ്ങൾക്കെല്ലാമുണ്ട്. നിങ്ങളുടെ ജീവിതം ഒരു ബാലൻസിൽ കൊണ്ടുപോകുന്നതാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കൊണ്ടുവന്ന സ്റ്റെബിലിറ്റി ഇപ്പോൾ ഒരുപാടല്ലെങ്കിലും നിങ്ങൾ പൈസ സമ്പാദിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ജീവിതത്തിൽ എന്തെങ്കിലുമൊക്കെ രീതിയിൽ നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാകാം. ഇതൊക്കെ കാണുമ്പോൾ ഈ ഒരു വ്യക്തിക്ക് പൊള്ളുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. വളരെയധികം അസൂയയും കുശുമ്പും ഒക്കെ ഉണ്ടാകുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് സഹിക്കാൻ കഴിയുന്നില്ല, ഒട്ടും പറ്റുന്നില്ല. ഒരു ജലസിയുടെ എനർജിയാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ അവരുടെ ഉള്ളിൽ നിങ്ങളിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ കാണുമ്പോൾ എന്തോ തകർന്നു പോകുന്നതായിട്ട് അവർക്ക് തോന്നുന്നതാണ് ഇവിടെ കാണുന്നത്. അവരെന്തിനോടൊക്കെയോ ഉള്ളിൽ ഫൈറ്റ് ചെയ്യുന്നതായിട്ട്, അവരുടെ ഉള്ളിൽ തന്നെ ഫൈറ്റ് ചെയ്യുന്നതായിട്ട് കാണുന്നു. അവർക്ക് നിങ്ങളോട് നേരിട്ട് ഫൈറ്റ് ചെയ്യാൻ ഒരുപക്ഷെ സാധിക്കുന്നുണ്ടാകില്ല, പക്ഷേ അവരുടെ മനസ്സിൽ ഒരുപാട് അസൂയ, ഇൻസെക്യൂരിറ്റി ഇതുപോലുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ളൊരു ഫൈറ്റ് അവരുടെ ഉള്ളിൽ തന്നെ നടക്കുന്നതായിട്ട് കാണാം. അവർക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നുണ്ട് അവരുടെ ഈ ഒരു അസൂയയൊക്കെ കാരണം. ഈ ഒരു വ്യക്തിക്ക് ഈ ഒരു അസൂയ കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണുന്നു. ഈ വ്യക്തി നിങ്ങളുടെ ഇടയിൽ ഒരുപക്ഷെ എന്തെങ്കിലുമൊക്കെ സ്ട്രെസ്സോ ടെൻഷനോ ഒക്കെ കൊണ്ടുവരാനായിട്ട് സാധ്യതയുണ്ട്. കാരണം ഇവിടെ നമുക്ക് ഡെത്ത് കാർഡ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള നെഗറ്റീവ് എനർജി ഈ ഒരു വ്യക്തി കാരണം നിങ്ങളുടെ ജീവിതത്തിലേക്ക് പ്രവേശിക്കാൻ സാധ്യതയുണ്ട് എന്ന് കാണുന്നു. ഈ ഒരു വ്യക്തി നിങ്ങളുടെ ജീവിതത്തിൽ ബാഡായിട്ടുള്ള നെഗറ്റിവിറ്റി കൊണ്ടുവന്നേക്കാം. കാരണം നിങ്ങൾ ഒന്നും തന്നെ വകവയ്ക്കാതെ സ്വന്തം കാര്യം നോക്കി മുന്നേറുകയാണ്. ഇന്ന് നിങ്ങൾക്ക് തോന്നുന്ന ഈ ഒരു സ്ഥിരത, അല്ലെങ്കിൽ നിങ്ങൾ ഇന്ന് നിങ്ങളുടെ ലക്ഷ്യത്തിൽ ഫോക്കസ്ഡ് ആണ് എന്ന് കാണുന്നു. അത് തകർക്കാനായിട്ട് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നുമുണ്ട്. നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റർബൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. ഈ വ്യക്തി എന്ന് പറയുന്നത് ഒരുപക്ഷെ നിങ്ങളുടെ തന്നെ കുടുംബത്തിലെ ഒരു വ്യക്തിയോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വളരെയധികം അല്ലെങ്കിൽ അത്രയധികം നിങ്ങളുടെ കൂടെ അടുത്ത് നിൽക്കുന്ന അല്ലെങ്കിൽ നിന്നിരുന്ന ഒരു വ്യക്തിയോ ആകാം. നിങ്ങൾ ഒരു ഫാമിലി പോലെ ആകാം ഈ ഒരു വ്യക്തിയെ കണ്ടിരുന്നത്. അതുപോലെ ഇതൊരു സ്ത്രീ ആണെന്ന് കാണുന്നു. നിങ്ങളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അടുക്കും ചിട്ടയും ഒക്കെ നശിപ്പിക്കാൻ നോക്കുന്നത് ഒരു സ്ത്രീ ആണ് എന്നാണ് കാണുന്നത്. ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോക്കസ് മാറുകയും അവരുദ്ദേശിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ വരികയും ചെയ്യും എന്നാണ് ഈ ഒരു വ്യക്തി വിചാരിക്കുന്നത്. ഈ ഒരു സ്ത്രീ വളരെ ദൂരെയുള്ള ഒരു ബന്ധമായിട്ടല്ല എനിക്ക് തോന്നുന്നത്. നിങ്ങളുടെ വീട്ടിൽ തന്നെയുള്ള, ഫാമിലിയിൽ തന്നെയുള്ള ഒരു സ്ത്രീ ആകാം, അല്ലെങ്കിൽ അങ്ങനെ ഒരു രീതിയിലുള്ള അത്രയും അടുപ്പത്തിൽ നിന്ന ഒരു വ്യക്തിയാകാം. അവരെന്തൊക്കെയോ രീതിയിൽ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് സ്പ്രെഡ് ചെയ്യാൻ നോക്കുന്നുണ്ട് എന്ന് കാണുന്നു. അവരുടെ വരുതിയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് എന്തോ മാജിക് ചെയ്യുന്നുണ്ടാകാം, അല്ലെങ്കിൽ വശീകരണം പോലെ എന്തൊക്കെയോ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ അവർ ചെയ്യുന്നതായിട്ട് കാണുന്നു. അതുപോലെ ഈ ഒരു വ്യക്തി പുറത്തൊന്നും പോയല്ല ഇതൊക്കെ ചെയ്യുന്നത്, മറിച്ച് രാത്രി വീട്ടിൽ തന്നെ ആരും കാണാതെ ഒളിച്ച് എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഒരുപക്ഷെ അവർ പ്രാർത്ഥിക്കുന്നതോ അല്ലെങ്കിൽ എന്തൊക്കെയോ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് വരുന്ന രീതിയിലുള്ള എന്തൊക്കെയോ കാര്യങ്ങൾ അവർ ചെയ്യുന്നുണ്ട്. ഇത് നിങ്ങളുടെ പുറകിൽ നിങ്ങൾ കാണാതെ എന്തൊക്കെയോ ചെയ്യുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ അവരിൽ നിങ്ങളുടെ കൺട്രോള് കൊണ്ടുവരുന്നതിനാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടാക്കി നിങ്ങളുടെ ഫോക്കസ് തെറ്റിക്കുന്നതിനുമാകാം. എന്ത് തന്നെ ആയാലും ഈ വ്യക്തിക്ക് നിങ്ങളോട് വളരെയധികം അസൂയയാണ് എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അതുപോലെ ഈ ഒരു സ്ത്രീ എന്ന് പറയുന്നത് വളരെയധികം നെഗറ്റീവാണ്. അതുപോലെ ഇവർ വളരെയധികം കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയും കൂടെയാണ്. കാരണം നിങ്ങൾക്കറിയാം, ഈ ഒരു സ്ത്രീ എന്തെങ്കിലും പറഞ്ഞാൽ അത് എന്തെങ്കിലും രീതിയിൽ നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരുമെന്ന്. ഒരുപക്ഷെ നിങ്ങൾ ഒരു സമയത്ത് അത് അക്സെപ്റ്റ് ചെയ്തിട്ടും ഉണ്ടായിരിക്കാം. ഇത് നിങ്ങളുടെ ഫാമിലിയിലോ അല്ലെങ്കിൽ വർക്ക് പ്ലേസിലോ ഒക്കെയുള്ള വളരെ കോൺഫിഡൻ്റ് ആയിട്ടുള്ള ഒരു സ്ത്രീയാണ്. ഇവർക്ക് നിങ്ങളുടെ മേൽ എന്തെങ്കിലുമൊക്കെ വിധത്തിലുള്ള ഒരു അധികാരം ഉണ്ടായിരിക്കാം. അവരുടെ ആഗ്രഹത്തിനൊത്ത് കാര്യങ്ങൾ കൊണ്ടുപോകണമെന്ന് ചിന്തിക്കുന്ന ഒരു സ്ത്രീയാണ്.
അല്ലെങ്കിൽ എല്ലാവരും അവരെ അനുസരിച്ച് നീങ്ങണം, അവരുടെ കൺട്രോളിലായിരിക്കണം, ഇങ്ങനെയൊക്കെയാണ് ഈ ഒരു സ്ത്രീ ചിന്തിക്കുന്നത്. അതുപോലെ അവർ പറയുന്ന കാര്യങ്ങൾക്ക് മാത്രം മുൻഗണന കൊടുക്കുന്ന ഒരു വ്യക്തിയാണ്. അങ്ങനെ ആയിരിക്കണം എല്ലാവരും എന്നാണ് അവർ വിചാരിക്കുന്നത്. പക്ഷേ നിങ്ങൾ ഇവരുടെ പ്രയോറിറ്റി മനസ്സിലാക്കാതെ ഇരുന്നാൽ, അല്ലെങ്കിൽ ഇവരുടെ വാക്ക് കേട്ട് പ്രവർത്തിക്കാതെ ഇരുന്നാൽ, അപ്പോൾ ഈ വ്യക്തിക്ക് അവരുടെ ഹൃദയത്തിൽ നിങ്ങളോട് ദേഷ്യം ഉണ്ടാകാൻ തുടങ്ങും. അങ്ങനെ ഉണ്ടായതായിട്ടാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ നിങ്ങൾ ചെയ്തപ്പോഴായിരിക്കണം ഇവർ നിങ്ങളുടെ കാര്യങ്ങൾ തടസ്സപ്പെടുത്താൻ തുടങ്ങിയതും, നിങ്ങൾക്കെതിരായിട്ട് നുണകളും ഗോസിപ്പും ഒക്കെ ഉണ്ടാക്കാൻ തുടങ്ങിയതും. നിങ്ങളുടെ സമാധാനം എങ്ങനെ നശിപ്പിക്കാമെന്നാണ് ഈ സ്ത്രീ ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. പലതരത്തിലുള്ള നെഗറ്റീവ് എനർജി നിങ്ങളിലേക്ക് വിട്ടതായി കാണാം. അതുപോലെ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ മുന്നേറുന്നതോ അല്ലെങ്കിൽ വിജയിക്കുന്നതോ ഒന്നും കാണാൻ ഒരു തരത്തിലും താല്പര്യമില്ലാത്ത ഒരു സ്ത്രീയാണിത്. കാരണം ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങൾക്ക് അഹങ്കാരം വരുമെന്നാണ് ഇങ്ങനെയൊക്കെ ചെയ്താൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ വന്നാൽ നിങ്ങൾക്ക് അഹങ്കാരം വരുമെന്നാണ്. അതുപോലെ നിങ്ങൾ ഈ വ്യക്തി പറയുന്നത് കേൾക്കുന്നത് ചിലപ്പോൾ ഇതിനകം നിർത്തിയിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്യാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടാകണം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ മുന്നോട്ട് പോകാൻ താല്പര്യം കാണിച്ചിട്ടുണ്ടാകണം. നിങ്ങൾ എന്താണോ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളുടെ ശരി തന്നെയാണ്, ന്യായമായ കാര്യം തന്നെയാണ്. ഭഗവാന്റെ ഇഷ്ടത്തിനാണ് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുന്നതും എന്ന് കാണാം. സത്യസന്ധമായിട്ടാണ് നിങ്ങൾ ജീവിക്കുന്നതും. ശരിയെ തെറ്റെന്ന് ചിന്തിച്ച് നിങ്ങൾ ഒരിക്കലും മുന്നോട്ട് പോയിരുന്നു. നിങ്ങളിലെ ഈ നന്മ ഈ വ്യക്തിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഈ ഒരു നെഗറ്റീവായിട്ടുള്ള വ്യക്തിയുടെ വാക്കുകൾ ഇന്ന് നിങ്ങൾ അവഗണിക്കുന്നുണ്ടാവാം, അല്ലെങ്കിൽ കേട്ടില്ല എന്ന് നടിക്കുന്നുണ്ടാകാം, അല്ലെങ്കിൽ ഇവരോട് തിരിച്ചു പറയാൻ തുടങ്ങിയിട്ടുണ്ടാവാം. അതായത് ഇവർ പറയുന്നത് നിശബ്ദമായി കേട്ട് നിന്നിരുന്നത് നിർത്തി നിങ്ങൾ റിയാക്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടാവണം. അതുപോലെ മറ്റൊരു കാര്യം, നിങ്ങൾ ഒരിക്കൽ ഇവരുടെ വാക്കുകൾ കേട്ടിരുന്നു. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ ഹാർഡ് വർക്കിൽ കൂടെ നിങ്ങളുടെ ഇന്നർ സ്ട്രെങ്ത് വെച്ച് നിങ്ങൾ ഇപ്പോൾ ഉയരാൻ ശ്രമിക്കുകയാണ്, അല്ലെങ്കിൽ മുന്നോട്ട് പോവുകയാണ് എന്നാണ് കാണുന്നത്. നിങ്ങളുടെ കാര്യങ്ങളുടെ അല്ലെങ്കിൽ നിങ്ങളുടെ ഓരോ പ്രവൃത്തികളുടെയും കൺട്രോള് നിങ്ങളുടെ കൈകളിൽ തന്നെ വെക്കാൻ ശ്രമിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഒരു സ്റ്റെബിലിറ്റി ഒക്കെ കൊണ്ടുവരാനായിട്ട് നിങ്ങൾ പരിശ്രമിക്കുന്നതായിട്ട് കാണുന്നു. പക്ഷേ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളെ കാണുമ്പോൾ ഇപ്പോൾ സന്തോഷം തോന്നുന്നില്ല. അവർ നിങ്ങളുടെ ഈ ഒരു സ്റ്റെബിലിറ്റി, നിങ്ങളുടെ ഈ ഒരു സമാധാനമൊക്കെ നശിപ്പിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നതായിട്ട് കാണുന്നു. എന്നാൽ ഇവിടെ ഡിവൈൻ പറയുന്നത് നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ നടക്കുകയും ജീവിതത്തിൽ നിങ്ങൾ ഒരുപാട് മുന്നേറുകയും ചെയ്യുമെന്നാണ്. ഈ സ്ത്രീ എത്ര തലകുത്തി ശ്രമിച്ചാലും ഇവർ തകർക്കാനായിട്ട് ശ്രമിക്കും. ഈ വ്യക്തി ചിന്തിക്കുന്നത് നിങ്ങളിലേക്ക് എന്തെങ്കിലും ഒരു നെഗറ്റീവ് എനർജി വിട്ടാൽ, അല്ലെങ്കിൽ നിങ്ങളുടെ സമാധാനം തകർക്കുന്ന എന്തെങ്കിലുമൊക്കെ ചെയ്താൽ നിങ്ങളെ തകർക്കാമെന്നാണ്, അല്ലെങ്കിൽ നിങ്ങളെ താഴെ തള്ളിയിടാമെന്നാണ്. അതോടെ നിങ്ങളുടെ അഹങ്കാരം കുറയും, അല്ലെങ്കിൽ നിങ്ങളുടെ ഈഗോ കുറയും എന്നൊക്കെയാണ് ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നത്. ഈ ഒരു വ്യക്തി ഏതെങ്കിലും വിധത്തിൽ നിങ്ങളുടെ ഈഗോ അല്ലെങ്കിൽ നിങ്ങളുടെ അഹങ്കാരമൊക്കെ തകർക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. എന്നാൽ ഇവിടെ കാണുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾ അങ്ങനെ ഒരു അഹങ്കാരവും ആരോടും കാണിച്ചിട്ടില്ല എന്നാണ്. നിങ്ങൾ നിങ്ങളുടെ അവകാശമാണ്, അല്ലെങ്കിൽ നിങ്ങളുടെ ന്യായമാണ് നേടിയെടുക്കാൻ ശ്രമിച്ചത്. നിങ്ങൾ മുന്നോട്ട് ഉയരാനാണ് ശ്രമിച്ചത്. എന്നാൽ ഈ വ്യക്തി ചിന്തിക്കുന്നത് അവരുടെ വാക്കുകൾ കേൾക്കാതെ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിന് കാര്യങ്ങൾ ചെയ്യാനും പ്രതികരിക്കാനും ഒക്കെ തുടങ്ങിയത് നിങ്ങൾക്ക് അഹങ്കാരമുള്ളത് കൊണ്ടാണ്, അല്ലെങ്കിൽ അഹങ്കാരം വന്നതുകൊണ്ടാണ് എന്നാണ്. നിങ്ങൾ ഈ വ്യക്തിക്ക് ഇപ്പോൾ പ്രയോറിറ്റി കൊടുക്കുന്നതിന് പകരം നിങ്ങൾ നിങ്ങളുടെ മെൻ്റൽ ഹെൽത്തിനാണ് പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് ഇവിടെ കാണാം. അതുപോലെ നിങ്ങളുടെ ആഗ്രഹങ്ങൾ, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, നിങ്ങളുടെ ജോലിയിലൊക്കെയാണ് നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത്. ഹാർഡ് വർക്ക് ചെയ്ത് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്നൊക്കെയാണ് കാണുന്നത്. പൂർണ്ണമായിട്ടും നിങ്ങളുടെ മാനസിക ആരോഗ്യം, നിങ്ങളുടെ ലക്ഷ്യങ്ങൾ, ഇത് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്ന് പറയുന്നത്. ഈ ഒരു സ്ത്രീ എന്തൊക്കെയോ പ്ലാനിങ് ചെയ്യുന്നുണ്ട്. ചിലപ്പോൾ നിങ്ങളുടെ വീട്ടിൽ തന്നെ ഒരു സമാധാനമില്ലാത്ത അന്തരീക്ഷം സൃഷ്ടിക്കാൻ ശ്രമിച്ചേക്കാം. കുടുംബത്തിലോ അല്ലെങ്കിൽ നിങ്ങളുടെ വർക്ക് പ്ലേസിലോ ഒക്കെ രണ്ടുപേരുടെ ഇടയിൽ, പാർട്ട്ണറോ അല്ലെങ്കിൽ ഫ്രണ്ട്സിൻ്റെ ഇടയിലോ ഒക്കെ രണ്ടുപേരുടെ ഇടയിൽ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ ഈ ഒരു സ്ത്രീ ശ്രമിച്ചേക്കാം. ചിലപ്പോൾ ഗോസിപ്പ് പറയുന്നതാകാം, നുണകൾ പറഞ്ഞ് പരത്തുന്നതാകാം. ഇത് കാരണം കപ്പിൾസ് ആണേൽ അല്ലെങ്കിൽ ഫ്രണ്ട്സോ ആരായാലും നിങ്ങൾ രണ്ടുപേരുടെ ഇടയിൽ ഈ ഒരു സ്ത്രീ കാരണം പ്രശ്നങ്ങൾ ഉണ്ടായേക്കാം. ഒരുപക്ഷേ നിങ്ങളുടെ വീട്ടിലെ അന്തരീക്ഷം മോശമാക്കാൻ ഈ സ്ത്രീ മുൻപും ശ്രമിച്ചിട്ടുണ്ടാവാം. ഈ ഒരു വ്യക്തിക്ക് ഇങ്ങനെ നിങ്ങളുടെ ഇടയിൽ അല്ലെങ്കിൽ നിങ്ങൾ ദുഃഖിക്കുന്നത് കാണുമ്പോൾ
അവർക്കൊരു മനസ്സന്തോഷം കിട്ടും. ഞാൻ അടിയുണ്ടാക്കി അവരുടെ ഇടയിൽ അത് എനിക്ക് കാണാൻ സാധിക്കുമ്പോൾ എനിക്കൊരു സന്തോഷം എന്നുള്ളൊരു ചിന്താഗതിയാണ് അവർക്കുള്ളത്. എന്നാൽ നിങ്ങളുടെ അടുത്ത് നല്ലതായി കാണിക്കാൻ അവർ ശ്രമിച്ചേക്കാം. ചിലപ്പോൾ നിങ്ങൾക്ക് മെച്യൂരിറ്റി ഇല്ല എന്ന് അവർ പറഞ്ഞിട്ടുണ്ടാകാം, അല്ലെങ്കിൽ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ തോന്നുന്നത് എന്നൊക്കെ നിങ്ങളും സ്വയം ചിന്തിച്ചിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ഈ വ്യക്തി നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടാകാം. ആദ്യമൊക്കെ നിങ്ങൾ പോസിറ്റീവായിട്ട് ശരിയായിട്ട് ആയിരിക്കാം നിങ്ങൾ പല കാര്യങ്ങളും ചിന്തിച്ചത്. ഈ സ്ത്രീ ചെയ്യുന്നത് 100% തെറ്റായ കാര്യം തന്നെയാണ് എന്നിവിടെ കാണുന്നു. ഇവർ കർമ്മ നേരിടേണ്ടതായി തന്നെ വരും. അതും വളരെ പെട്ടെന്ന് തന്നെ കർമ്മ ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. നിങ്ങളുടെ അടുത്ത് ഇവർ ചെയ്യുന്നത് വളരെ തെറ്റായ മോശമായിട്ടുള്ള കാര്യമാണ്. കാരണം നിങ്ങൾ കൂടുതൽ പ്യുവറായിട്ട് അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് മാറിക്കൊണ്ടേയിരിക്കുകയാണ്. ഓരോ ദിവസം കഴിയും തോറും ഓരോന്ന് മനസ്സിലാക്കി അല്ലെങ്കിൽ ഓരോ മാറ്റങ്ങൾ നിങ്ങളിൽ തന്നെ വരുത്തിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ്. നിങ്ങൾ കൂടുതൽ സ്പിരിച്വൽ അല്ലെങ്കിൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ആയിക്കൊണ്ടേയിരിക്കുകയാണ്. തെറ്റും ശരിയുമൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ മുന്നോട്ട് പോവുകയാണ് എന്ന് കാണാം. ഒരു സമയത്ത് ഈ ഒരു വ്യക്തി ഒറ്റപ്പെടുന്നതായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അതുപോലെ ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഒരുപാട് ഹെൽത്ത് ഇഷ്യൂസ് കാണുന്നുണ്ട്. ഒറ്റപ്പെടൽ കാണുന്നുണ്ട്. കർമ്മ ഫേസ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഇവരുടെ വിധി തന്നെ മാറുന്നതായി കാണുന്നു. കാരണം ഈ നെഗറ്റീവ് കർമ്മങ്ങൾ ചെയ്യുന്നത്, അതുപോലെ ബന്ധം തകർക്കാൻ നോക്കുന്നത്, ഇത് ഇവർക്ക് തന്നെ തിരിച്ചടിയാകുന്നതായിട്ടാണ് കാണുന്നത്. കാരണം ഈ വ്യക്തിക്ക് വലിയ അറിവൊന്നുമില്ല. ആരൊക്കെയോ എന്തൊക്കെയോ പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ആരോടൊക്കെയോ എന്തൊക്കെയോ ചോദിച്ചിട്ട് പല കാര്യങ്ങളും ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. ഈ ചോദിച്ച് ചെയ്യുന്ന കാര്യങ്ങൾക്കുള്ള റിസൾട്ട് ഇവർക്ക് ലഭിക്കുകയുമില്ല. ഇത് തിരിച്ച് ഇവരുടെ ആരോഗ്യത്തെ തന്നെ ബാധിക്കുമെന്നാണ് കാണുന്നത്. ഇവർ ബെഡിൽ തന്നെ കിടക്കുന്നതായിട്ടാണ് എനിക്കിവിടെ കാണാൻ സാധിക്കുന്നത്. ചെയ്ത കർമ്മങ്ങളുടെ ഫലം ആരോഗ്യത്തെ ബാധിക്കുന്നതായി കാണാം. എന്തൊക്കെയോ തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഇവർക്കുണ്ടാകും. അതും വളരെ പെട്ടെന്ന് റിക്കവറായി വരത്തില്ല. ഇതിൽ നിന്ന് വളരെ പതിയെ ആയിരിക്കും ഇവർക്ക് റിക്കവർ ആവാൻ സാധിക്കുന്നത്. തീർച്ചയായിട്ടും ഇവർ കർമ്മ നേരിടുക തന്നെ ചെയ്യും. നിങ്ങൾ ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട യാതൊരു ആവശ്യമില്ല. നിങ്ങൾ സേഫാണ് എന്ന് കാണാം. നിങ്ങളുടെ ആഗ്രഹങ്ങളെല്ലാം തന്നെ സഫലമാകും. അതും വളരെ പെട്ടെന്ന് തന്നെ. ഇവർ ഇത് ചെയ്തു കൂട്ടുന്നത് ഇവരുടെ അഹങ്കാരമാണ്. ഇവരുടെ അഹങ്കാരം കാരണമാണ്, അല്ലെങ്കിൽ അവരുടെ അധികാരമോഹം കാരണമാണ്. കൺട്രോൾ ചെയ്ത് നിർത്താനുള്ള അവരുടെ ആഗ്രഹമാണ് അവരെ കൊണ്ട് ഇതെല്ലാം ചെയ്യിപ്പിക്കുന്നത്. ഈ വ്യക്തിയുടെ ഈഗോ ഹേർട്ട് ആയിട്ടുണ്ട് എന്ന് കാണാം. ഇവർ നിങ്ങളെ തകർക്കാൻ, പ്രത്യേകിച്ചും മാനസികമായിട്ട് തകർക്കാനാണ് ഈ ഒരു വ്യക്തി ആഗ്രഹിക്കുന്നത്. അല്ലെങ്കിൽ നിങ്ങളെ താഴെ തള്ളിയിടാനാണ് ഇവർ ആഗ്രഹിക്കുന്നത്. നിങ്ങളുടെ ജീവിതത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും സോൾവ് ആകുമെന്ന് ഇവിടെ കാണാം. അതിനുള്ള ഒരു പ്രതിവിധി നിങ്ങൾക്ക് ലഭിക്കും. ഡിവൈൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് എന്ന് കാണുന്നു. നിങ്ങളിപ്പോൾ എന്തിലാണോ ഫോക്കസ് ചെയ്യുന്നത്, അത് നിങ്ങളുടെ കരിയറിലായാലും അല്ലെങ്കിൽ സ്പിരിച്വാലിറ്റിയിലായാലും എന്തിലായാലും അത് തന്നെ നിങ്ങൾ ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോവുക എന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ യൂണിവേഴ്സാണ് നിങ്ങൾക്ക് ഗൈഡൻസ് നൽകുന്നത് എന്ന് കാണുന്നുണ്ട്. ചിലപ്പോൾ ഈ ഒരു ഗൈഡൻസ് യൂണിവേഴ്സ് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കൂടിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും വീഡിയോയിൽ കൂടിയോ ഒക്കെ നൽകിയേക്കാം. അതുപോലെ നിങ്ങളുടെ ഓറയെ പോസിറ്റീവാക്കി വെക്കുന്നതിന് ഇതൊക്കെ സഹായിക്കും. നിങ്ങൾക്ക് ഇനി ആരുടെ വാക്കും കേട്ട് തീരുമാനം എടുക്കണ്ട എന്ന് നിങ്ങൾ തന്നെ തീരുമാനിച്ചിട്ടുണ്ടാകാം. നിങ്ങളുടെ മാർഗത്തിൽ വരുന്ന എല്ലാ തടസ്സങ്ങളും നീങ്ങിപ്പോകുമെന്ന് കാണുന്നു. എത്ര വ്യക്തികൾ തടസ്സമായിട്ട് വന്നാലും അല്ലെങ്കിൽ എത്രയൊക്കെ നിങ്ങളുടെ പുറകിൽ നെഗറ്റീവ് കർമ്മകൾ വ്യക്തികൾ ചെയ്തു കൂട്ടിയാലും നെഗറ്റിവിറ്റി ഇട്ടാലും അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഓരോന്നായിട്ട് യൂണിവേഴ്സ് എടുത്തു കളയുമെന്ന് കാണുന്നു. നിങ്ങൾ എങ്ങനെയാണോ ഉള്ളത് അതുപോലെ തന്നെ വളരെ ഹമ്പിളായിട്ട് ഇരിക്കുക. വളരെ ഡൗൺ ടു എർത്തായിട്ട് മുന്നോട്ട് പോവുക. നല്ല ഒരു കാലം നിങ്ങൾക്ക് വേണ്ടിയിട്ട് വരാനിരിക്കുന്നു എന്ന് കാണുന്നു. നിങ്ങളോട് അസൂയ കാണിക്കുന്ന വ്യക്തികൾ ആർക്കും നിങ്ങളെ ഒന്നും ചെയ്യാൻ സാധിക്കുകയില്ല. യൂണിവേഴ്സ് നിങ്ങൾ പറയുന്ന ഓരോ കാര്യങ്ങളും ഇന്ന് കേൾക്കുന്നുണ്ട്. അന്നും കേട്ടിരുന്നു. യൂണിവേഴ്സ് നിങ്ങളെ ബ്ലെസ് ചെയ്യുകയാണ് എന്ന് കാണുന്നു. നിങ്ങൾ ഏത് രീതിയിലാണോ തീരുമാനങ്ങൾ എടുക്കുന്നത് അതേ രീതിയിലായിരിക്കും നിങ്ങൾക്ക് റിസൾട്ട് ലഭിക്കുക. നല്ലത് ചെയ്തവർക്ക് നല്ലത് ലഭിക്കും. അതുകൊണ്ട് ചിന്തിച്ച് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ ശ്രമിക്കുക.
സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.